الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. قال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. ബഹുമാന്യ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമല്ലാത്ത സാന്ദർഭികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ ആയത്തിലൂടെ, അതിൻ്റെ വിശദീകരണത്തിലൂടെ കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ആയത്ത് ഓതി കേട്ടപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ നിലവിലുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും ബഹളങ്ങളും വാട്സപ്പിലും ഫേസ്ബുക്കിലും അതും ഇവിടെയൊക്കെ ആയിക്കൊണ്ട് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടും അവരുടെ സ്വാതന്ത്ര്യം നാട്ടിലുണ്ടാക്കിയ അപകടത്തെ സംബന്ധിച്ചുമൊക്കെ ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. സാന്ദർഭികമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ നിവൃത്തിയില്ല. ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഒക്കെ കൊഞ്ഞനം കുത്തുന്ന ആളുകൾ വളരെയേറെ ദുരുപയോഗം ചെയ്തൊരു വശമാണ് സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിൽ ഇല്ല എന്ന്. നമുക്കതറിയാം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ മുസ്ലിം നാമധാരികളായ സ്ത്രീകൾ വരെ കയറിയിരുന്ന് പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വചനം തന്നെ ഇല്ല, തലമറക്കണമെന്നോ പോലെയുള്ള നിർദ്ദേശങ്ങൾ തന്നെ ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ്.
അവിടുന്ന് മുസ്ലിം നാമധാരികളായ ആളുകളിലൂടെ തന്നെ ഈ സ്വാതന്ത്ര്യത്തിന് കുഴപ്പമുണ്ട് സ്ത്രീക്ക്, അല്ല സ്ത്രീ സ്വതന്ത്രയല്ല എന്ന നിലപാടിൽ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കി വരികയും ആ നിലക്ക് അപകടം പതുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനോടനുബന്ധിച്ച് അത് ശരിയാണ് എന്ന് ഓശാന പാടുന്ന കുറെ മുസ്ലിം നാമധാരികളായ കുറെ മനുഷ്യന്മാർ ആണുങ്ങളായിട്ടും വേറെയുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ അമിത സ്വാതന്ത്ര്യം കൊണ്ട് ഉണ്ടാക്കി തീർത്തത് എന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് നന്മയാണോ തിന്മയാണോ? എന്നാൽ യഥാർത്ഥത്തിൽ അത് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ഓരോരുത്തരും അതിൻ്റെ വശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമികമായ നിലപാടിൽ നിന്ന് മാറി നിൽക്കുന്ന, അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇല്ലാതായി പോകുന്ന സകല കാര്യങ്ങളും ഇസ്ലാം വിരോധത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ കള്ളും ലഹരിയും മയക്കുമരുന്നുകളും അതുപോലെ തന്നെ അവിഹിത ബന്ധങ്ങളും സ്വവർഗരതിയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും, പിന്നെ നഗ്നതാ പ്രദർശനങ്ങൾ, പുരുഷ മേധാവിത്വത്തിൻ്റെ അടിമത്തിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അനീതിയുടെ തൊഴിൽ നിഷേധത്തിൻ്റെ സകലമാന മറകളും പുറത്തു നീക്കി വന്ന് ചീഞ്ഞു നാറുന്ന രംഗമാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിലേക്ക്, ഇത്തരം കുടുംബങ്ങളിലേക്കൊക്കെ ഇത് ഈ സ്ത്രീ സ്വാതന്ത്ര്യം അമിതമായി ദുർവിനിയോഗം ചെയ്ത കുടുംബങ്ങളിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ, അവരുടെ അഭ്രപാളികളിൽ അഭിനയിച്ച അത്തരം ആൾക്കാരുടെയൊക്കെ കുടുംബജീവിതത്തിലേക്ക് കടന്നു നോക്കിയാൽ സംശയ രോഗങ്ങളുടെ കാരണങ്ങളാൽ കലഹവും ബഹളവും വിവാഹമോചനവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും അതുപോലെ തന്നെയുള്ള അന്തരീക്ഷങ്ങളുമാണ് അത്തരം കുടുംബങ്ങളിലുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അഭിനയങ്ങളിലൂടെ മറ്റ് മനുഷ്യന് സംസ്കാരം, കല എന്നതിൻ്റെ പേരിലൊക്കെ നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഇത്തരം സംവിധാനങ്ങളിലൂടെ മനുഷ്യൻ നേടിയെടുത്തിരിക്കുന്നത് എത്ര ഭവനവേദനങ്ങളാണ്, എത്ര ഗുസ്തികളാണ്. ഗുണ്ടകളായിത്തീരുന്ന, മനുഷ്യനെ ഗുണ്ടകളാക്കി മാറ്റുന്ന തരത്തിലുള്ള, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായി വിലസുന്ന രൂപത്തിലുള്ള, അതുപോലെ തന്നെ കീഴടക്കലുകളുടെ, കൊലപാതകങ്ങളുടെ ലോകത്തേക്ക് വരെ മനുഷ്യനെ എത്തിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് കൊലപാതകങ്ങളുടെ അന്വേഷണങ്ങളിലൂടെ നടന്നപ്പോൾ അതിൻ്റെ ചുരുളഴിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെട്ടി തുറന്നു പറഞ്ഞു, ഇതാണ് മനുഷ്യൻ ഇതുകൊണ്ടുണ്ടായിത്തീർന്നത് എന്ന്. അതുപോലെയുള്ള ഒരു വല്ലാത്ത ഒരു ചീഞ്ഞുനാറിയ അവസ്ഥയാണ് ഇത് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളിൽ അഭിനയിക്കാൻ പോയ ആൾക്കാർ, സ്ത്രീകളാകട്ടെ മറ്റുള്ളവരാകട്ടെ, അവർക്ക് കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പരസ്പരം സംശയങ്ങളാണ്. ആ സംശയങ്ങൾ വളർന്ന് പടർന്ന് പന്തലിച്ച് കുടുംബ കലഹമായി മാറുകയാണ്. കഴിഞ്ഞ കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുകയാണ്, ബഹളങ്ങളാണ്. വളർന്നു വരുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ആ കുടുംബാന്തരീക്ഷത്തെ സംബന്ധിച്ച് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലഹരിയാണ് അവരെ പ്രേരിപ്പിക്കുന്ന വേറൊരു കാര്യം, മദ്യമാണ്, മാഫിയയാണ്, ഈ നിലക്കുള്ള ഏർപ്പാടുകളാണ്. ഇതാണോ കലയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ മനുഷ്യൻ നേടിയെടുക്കേണ്ടത്? സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് തേക്കലും, വില കൂടിയ ക്രീമുകൾ മുഖത്ത് വരട്ടി വിലസലും, മുടി വാറിപ്പറപ്പിച്ച് നടക്കലും, അർദ്ധനഗ്നയും പൂർണ്ണനഗ്നയുമായി ജീവിതത്തിലേക്ക് ഇറങ്ങലും, ലഹരി ഉപയോഗിച്ച് ജീവിതം തള്ളി നീക്കലും, യാതൊരു തരത്തിലുള്ള മാനവും അഭിമാനവും നിലനിൽക്കാത്ത ജീവിതവുമാണോ ഇതുകൊണ്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ പുരുഷന്റെ കാമം തീർക്കാനുള്ള സെക്സ് വർക്കാക്കി അതിനുവേണ്ടിയുള്ള മീഡിയയാക്കി മാറ്റിയത് ഇസ്ലാമല്ല, മുസ്ലിംകളല്ല, ഇപ്പറയുന്ന ആളുകളാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് സ്ത്രീ പുരുഷന്റെ നിഴലും അടിമയും
അവൾ പുരുഷന്റെ കാമപൂർത്തീകരണ നിവൃത്തിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ജന്തുവാണ്, അല്ലെങ്കിൽ ഒരു യന്ത്രമാണ് എന്ന നിലക്ക് ആക്ഷേപിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചൂഷണം നടത്തുന്നത് ആരാണ്? അവളുടെ യുവത്വത്തെ കാർന്നു തിന്നുന്നത് ആരാണ്? ഇത് നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ലൈംഗിക അരാജകത്വവും ജ്വാരസന്തതികളുടെ നിലനിൽപ്പും അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ, ഗൊണേറിയയും സിഫിലിസും എയ്ഡ്സും അടങ്ങുന്ന ഒരുപാട് രോഗങ്ങൾ മനുഷ്യ സമൂഹത്തിന് സമ്മാനിച്ചത് ആരാണ്? കുടുംബ ജീവിതം തകർന്ന് തരിപ്പണമാകാൻ കാരണമാക്കിയത് എന്താണ് വിഷയം? ശാരീരികമായി സ്ത്രീയെ ഏത് നിലക്കും അടിച്ചമർത്തുന്ന, അവസാനം അവൾ ഏതെങ്കിലും സെക്സ് റാക്കറ്റിന്റെ ഉള്ളിൽ കുടുങ്ങി ജീവിതം ഹോമിക്കപ്പെട്ടവളായി കരഞ്ഞു തളർന്ന മനസ്സുമായി അവസാനം തെരുവ് തിണ്ണയിൽ, അങ്ങാടിയിൽ പുഴുവിനെ പോലെ ചത്തുപോകുന്ന ദയനീയമായ ഒരുപാട് സംഭവങ്ങളാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്. ഖുർആൻ ഒരൊറ്റ കാര്യം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹു വെച്ച ആ നിയമത്തെ തകർത്ത് തരിപ്പണമാക്കി ആ അതിർവരമ്പ് ആരൊക്കെ എപ്പോഴൊക്കെ ലംഘിച്ചിട്ടുണ്ടോ അവർ അക്രമകാരികളാണ്, നിയമം തകർത്തവരാണ്, ക്രമം തെറ്റി ജീവിക്കുന്നവരാണ്. ഒരു സ്വസ്ഥതയും ഈ ഭൂലോകത്തും അവർ അത്തരക്കാരായ ആളുകൾക്ക് ഉണ്ടാവുകയില്ല എന്ന്. പർദ്ദക്കുള്ളിലാണ് ഭീകരത. അത് ഭീകരതയുടെ വസ്ത്രമാണ്. ചാക്കിൽ കെട്ടിയാണ് സ്ത്രീ ശരീരത്തെ കൊണ്ടു നടക്കേണ്ടത് എന്ന നിലക്കൊക്കെ ഇസ്ലാമിനെ ആക്ഷേപിച്ച ആളുകൾ, എന്നിട്ട് അവസാനം പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിന് മുറവിളി കൂട്ടിയ ആൾക്കാർ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ വശത്തേക്ക് പോകുന്നില്ല. അത് നമ്മൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള മീഡിയകളിലൂടെയും നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ വിചാരിച്ചിട്ടില്ലെങ്കിലും എത്തുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇവിടെയാണ് ഇസ്ലാമിന്റെ പ്രസക്തി കിടക്കുന്നത്. ഇത്തരം എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം ആ ജാഹിലിയ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ അന്ന് പ്രാകൃതരായ അറബികൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു മതമാണെന്ന് പറയുന്നതിലുപരി ഇസ്ലാം അന്നും ഇന്നും എന്നും സ്ത്രീയുടെ സുരക്ഷ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പുരുഷന്റെ സുരക്ഷയും പഠിപ്പിക്കുന്നുണ്ട്, സമൂഹത്തിന്റെ സുരക്ഷയും കുടുംബം, അടുത്ത തലമുറയുടെ ഭദ്രതയും ഒക്കെ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. കുത്തഴിഞ്ഞ ജീവിതത്തിനല്ല ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്. സ്ത്രീ ജനനത്തെ സംബന്ധിച്ച് പോലും ബുശ്റ എന്ന പദപ്രയോഗമാണ്. അവൾ ജനിക്കുന്നത്, ലോകത്ത് കുറെ ആൾക്കാർക്ക് സ്ത്രീയാണ് ജനിക്കുന്നതെങ്കിൽ പറ്റില്ല എന്ന നിലപാടിൽ ഭ്രൂണത്തിൽ തന്നെ സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്ന ആ കാലഘട്ടം എത്തുമ്പോഴേക്ക് തന്നെ ഇഞ്ചക്ഷൻ നടത്തി കൊന്നുകളയുകയാണ്. എന്നാൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ജനനം, സ്ത്രീ ജന്മം എന്നത് സന്തോഷ വാർത്തയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു. നിങ്ങൾ നോക്ക്, ഇസ്ലാം കൃത്യമായും ആണിനെയും പെണ്ണിനെയും പിന്നെ അള്ളാഹുവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും സൃഷ്ടിപ്പിൽ ഒരേ തുല്യതയാണുള്ളത്. റബ്ബിന്റെ വീക്ഷണത്തിൽ മനുഷ്യരെന്ന നിലയിൽ ഒരു നിലക്കും അവർ വ്യത്യാസമില്ല. എന്നാൽ അവരുടെ ശാരീരികമായ വിഷയങ്ങളിൽ 2 തലങ്ങളാണ് ഇസ്ലാം കാണുന്നത്. അത് തന്നെയാണ്, ആ കാഴ്ച കാണാത്തത് തന്നെയാണ് ഇന്ന് സകല പ്രശ്നങ്ങൾക്കും കാരണം. എന്നും അങ്ങനെ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ സ്ത്രീക്ക് പിന്നെ അന്തസ്സില്ല, അഭിമാനമില്ല, ആത്മാവില്ല എന്ന് പറയുകയും അവളുടെ സമ്പത്തിന് അർഹതയില്ല, അവൾ എന്നും ശപിക്കപ്പെട്ടവളാണ് എന്ന നിലപാട് സ്വീകരിച്ച് അടിച്ചമർത്തി അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നിന്ന് പുറത്തു ചാടി അതിന്റെ സകല സീമകളും ലംഘിച്ചു ഉയർന്ന് പടർന്ന് പന്തലിച്ച് പറഞ്ഞ അവസാനം സ്വാതന്ത്ര്യമാണ് എല്ലാറ്റിനും പരിഹാരം എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം ഇതിന്റെ രണ്ടിന്റെയും മധ്യ നിൽക്കുന്നു. അങ്ങനെ അടിച്ചമർത്താനോ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് അവളെ തീർത്തും കയറൂരി വിടാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം 2 പേരുടെയും, ആണിന്റെയും പെണ്ണിന്റെയും പ്രകൃതി വ്യത്യാസമുണ്ട്.
ആ പ്രകൃതിയിൽ പുരുഷൻ പുരുഷനായി വളരണം, സ്ത്രീ സ്ത്രീയായി വളരണം. സ്ത്രീത്വം നിലനിൽക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത് നിലനിന്നേ മതിയാകൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് രാത്രി ഒറ്റക്ക് സഞ്ചരിക്കാൻ ഭയമാണോ അല്ലയോ? ഏത് നിരീശ്വരവാദിയായ സ്ത്രീ ആകട്ടെ, ഇവിടെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയല്ലോ കുറെ ആൾക്കാർ, രാത്രി സഞ്ചാരമൊക്കെ നടത്തി നോക്കിയില്ലേ? ഭയമാണോ അല്ലയോ? ജന്മനാ തന്നെ ഭയമാണ്. എങ്കിൽ ആ കാര്യം മുതൽ അവളുടെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസ രംഗമാകട്ടെ, ഇബാദത്തിന്റെ രംഗമാകട്ടെ, ജോലിയുടെ കാര്യമാകട്ടെ, ഇതൊക്കെ അവകാശത്തിൽ റബ്ബിന്റെ അടുക്കൽ തുല്യമാണ്. യാതൊരു മാറ്റവുമില്ല. ജോലി സ്ത്രീക്ക് ചെയ്യാം, അത് മറ്റൊരു കാര്യം. ഇസ്ലാം അനുവദിച്ചിട്ടില്ലേ? അനുവദിച്ചിട്ടുണ്ട്. സമ്പാദിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ലേ? അനുവദിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ നിലക്കായിരിക്കണം സ്ത്രീ വിലയിരുത്തപ്പെടേണ്ടത്. സ്ത്രീയുടെ ശരീരം എന്നത് ലോകത്ത് എന്നും ഡിമാൻഡുള്ളതാണ്. അത് മനുഷ്യൻ, ആണുങ്ങൾ എക്കാലഘട്ടത്തിലും ദുരുപയോഗം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സെക്സ്, തുറന്ന സെക്സോ അതിനുള്ള സൗകര്യങ്ങളോ ചെയ്തു കൊടുത്താൽ ഒരു രാജ്യത്ത്, ഒരു സ്ഥലത്ത് അരാജകത്വം ഉണ്ടാവുകയില്ല, സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിരുന്ന, എന്നിട്ട് അത് അനുവദിച്ച, അതിനായി ലൈംഗിക തൊഴിലാളികളെ പോലും ഗവൺമെന്റ് ഓരോ മാസവും അതിന്റെ ടാക്സ് അടപ്പിച്ചുകൊണ്ട് ചെയ്തിരുന്ന രാജ്യങ്ങളിൽ സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്നില്ലേ? സ്ത്രീയെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുന്നില്ലേ? കടന്നു പിടിക്കുന്നില്ലേ? ഈ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്രകൃതിയാണ് സ്ത്രീക്ക് എന്ന് സൃഷ്ടിച്ചവനായ പടച്ച തമ്പുരാൻ അറിയാം. ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ പ്രകൃതിക്ക് ആവശ്യമായ നിയമം തന്ന്, ഒരു സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ നന്മക്കും ആവശ്യമായ നിയമങ്ങൾ അവതരിപ്പിച്ചു. അതില്ലാത്തിടത്തോളം, അത് പാലിക്കാത്തിടത്തോളം സമാധാനം എന്നതോ കാര്യമോ ഒരിക്കലും ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. ഇതാണ് അടിസ്ഥാനപരമായ വശം. നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കുക. എന്താണ് ഖുർആൻ പറയുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയത്ത്, യാ അയ്യുഹൻ നബിയു, നബിയെ, ഖുൽ ലിഅസ്വാജിക വബനാതിക, താങ്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും പറയുക, വനിസാഇൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ താഴ്ത്തിയിരട്ടെ, വസ്ത്രങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങൾ മറക്കട്ടെ. ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവര് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അത് പെണ്ണ് ആണ് അത് എന്ന് ആ സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയണം. അവളുടെ മാന്യതയാണ് അടുത്തത്. ഫലാ യുഅ്ദൈന, ആ മാന്യതയാണ് അൻ യുഅറഫ്ന. മാന്യതയുള്ള ഒരു സ്ത്രീക്ക്, ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച ഒരു സ്ത്രീക്ക് തന്റെ ശരീരം തുറന്നിട്ട് നടക്കുക എന്നത് അന്തസ്സുള്ള ഒരു സ്ത്രീക്ക് യോജിച്ചതല്ല. അവൾ അവളുടെ ശരീരത്തെ പ്രദർശിപ്പിക്കേണ്ടതും അവളുടെ അത്തരം ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുമൊക്കെ അവൾക്ക് അനുവദിക്കപ്പെട്ട രൂപത്തിൽ മാത്രമായിരിക്കണം. എന്തൊരു സുരക്ഷിതത്വം ഉണ്ടാകുക! എന്നിട്ട് പറഞ്ഞു, ഫലാ യുഅ്ദൈന, അവർ ഉപദ്രവിക്കപ്പെടരുത്. ഫലാ യുഅ്ദൈന, അക്കാരണത്താൽ അവർ ഉപദ്രവിക്കപ്പെടും ഈ നിയമം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ. ഇന്ന് ഈ കത്തി നിൽക്കുന്ന വിഷയത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ഒരു കേസും അടിപിടിയും ഉണ്ടായിരുന്നല്ലോ. അതിലുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് അനിയന്ത്രിതമായ ആ നിലപാട് ഉപദ്രവിക്കപ്പെടുന്ന സാഹചര്യത്തിന് കാരണമാക്കിയ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടത് വസ്ത്രധാരണയായിരുന്നു എന്നാണ്. അത് ഇന്നും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന അതിന്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകൾ മുഴുവനും അവൾ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുമെന്നത് തീർച്ചയാണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 500-ന്റെ നോട്ടുകെട്ടുകൾ ഒരുപാടുണ്ട്.
അത് സ്വതന്ത്രമായി പുറത്തങ്ങിട്ട് എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? എത്ര ഭദ്രമായിട്ടാണ് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനാണത്? ആ വിഷയമാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉപദ്രവിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിന്റെ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ. അല്ലാഹു ഗഫൂറുർ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, മാത്രം കരുണാനിധിയുമാണ്. മാത്രമല്ല, ഈ ഒരു നിർദ്ദേശം മാത്രമല്ല, എല്ലാ തരത്തിലും മാന്യത നിലനിർത്താൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. സംസാരമാണോ, വലാ തഖ്ലഅന ബിൽ ഖൗൽ, കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കരുത്. അത് ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അസുഖങ്ങളുണ്ടാവും. രോഗത്തില് മനസ്സില് ഒരു ഫോൺ കോൾ കേൾക്കുമ്പോൾ പെണ്ണിന്റെ ഒച്ച കേട്ടാൽ ദേശം അസുഖങ്ങൾ ഉള്ളവരുണ്ടാവും. ആ പോന്റെ മനസ്സിലെന്താവും? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖുർആൻ പ്രയോഗിച്ച പ്രയോഗത. ഹൃദയത്തില് രോഗമുള്ളവൻ ആശിക്കും, അവൻ എത്ര പെണ്ണ് കെട്ടിയാലും ആശിക്കും. അതുകൊണ്ട് തന്നെ മാന്യമായ സംസാരമായിരിക്കണം. ആ നിലക്ക് ഒരു ചാഞ്ഞുകൊണ്ടുള്ള, ഒരു ഇക്കിളിപ്പെടുത്തുന്ന വിധത്തിലുള്ള സംസാരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ, ഇത് മാത്രമൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ ഒരു ഏറ്റവും നല്ല ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഫോണിലെ ചില ആപ്പുകൾ ആർക്കേ തുറക്കാൻ പറ്റും? ഇതിന്റെ യൂസർ ആരാണോ അയാൾക്ക് മാത്രം. അത് കമ്പനി തന്നെ ആ നിലക്ക് കൂട്ടിവെച്ചിട്ടുണ്ടാകും. എന്തിനാണത്? അയാളുടെ രഹസ്യങ്ങളും സുരക്ഷിതത്വവും നിലനിർത്താൻ വേണ്ടി. എങ്കിൽ അതുപോലെ തന്നെ സൃഷ്ടിച്ചവനായ പടച്ചതമ്പുരാൻ സ്ത്രീയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അത്തരം ചില നിർദ്ദേശങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല, ആവശ്യവുമാണ്. ഒരു പുരുഷനും ഭാര്യയും ഭർത്താവും ഒരു വാഹനത്തിൽ, വണ്ടിയിൽ, ബസ്സിൽ യാത്ര ചെയ്യുന്നു. എവിടെയാണ് സ്ത്രീ ഇരിക്കുക സൗകര്യം ഉണ്ടെങ്കിൽ? ഭർത്താവിന്റെ തൊട്ടപ്പുറത്തെ ആളുകളുടെ ഉപദ്രവമില്ലാത്ത സീറ്റിൽ ഞാൻ അപ്പുറത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്ത് ഇരുന്ന് ഇപ്പുറത്ത് ഭർത്താവിനെയും ഇരിക്കുമ്പോൾ വളരെ സുരക്ഷിതയായി. ആ സുരക്ഷിതത്വ ബോധം, ആ താല്പര്യം, അത് ജന്മപ്രകൃതിയാണ് സ്ത്രീക്ക്. അതിനു വേണ്ടിയാണ് ഇസ്ലാം അലിഫ് മുതൽ യാ വരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായ നിർദ്ദേശം അതറിയുന്ന പടച്ചതമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, വലാ യഖ്ലുവന്ന റജുലുൻ മിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദീ മഹ്റമിൻ, ഒരു മഹ്റമായ, വിവാഹം കഴിക്കൽ ഹറാമായ ആളുകളിൽപ്പെട്ട ആരെങ്കിലും, തന്റെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ വിവാഹം കഴിക്കൽ ഹറാമായ പിതാവോ സഹോദരനോ പോലെയുള്ള രക്തബന്ധുക്കളായ ആളുകളുടെ കൂടെ അല്ലാതെ ഒറ്റക്കാകാൻ പാടില്ല. നോക്കണം നിങ്ങള്, വേറൊരു ഹദീസില് ഇങ്ങനെ ആയാൽ മൂന്നാമതായി ചെകുത്താൻ ഉണ്ടാകുന്നു പറഞ്ഞിട്ടുണ്ട്. 100% ശരിയാ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരോട് പലർക്കും വെറുപ്പ്, അല്ലേ? അതുകൊണ്ട് എന്റെ ഓഫീസിൽ ജോലിക്ക് ഒരു സ്ത്രീനെ വെച്ചൂടാന്നാണോ നമ്മൾ പറയുന്നത്? കുഴപ്പമില്ല, ജോലിക്ക് അവിടെ വെക്കാം. ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റക്കായാൽ പിശാച് അവിടെ മൂന്നാമതായിട്ട് വരും. എത്ര തഖ്വയുള്ള ആളാണെങ്കിലും അത് തകർത്ത് തരിപ്പണമാക്കുന്നതിനുള്ള പ്രവർത്തനം പിശാച് ചെയ്യും. സൂക്ഷിക്കണം, അതുണ്ടാകരുത്. ആ സാഹചര്യം ഇസ്ലാമിന്റെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുക ചെയ്യുന്നത്. മറ്റൊരു ഹദീസ് കാണാം, ലാ തുസാഫിറുൽ മർഅതു ഇല്ലാ മഅ ദീ മഹ്റമിൻ വലാ യദ്ഖുലു അലൈഹാ റജുലുൻ ഇല്ലാ വമഅഹാ മുഹ്രിമുൻ. ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈയിടെയായി വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിച്ച ഒരു കാര്യം എല്ലാവർക്കും അറിയാലോ. ഉംറക്കാണ് പോയിരുന്നത്. അതും ഭർത്താവില്ലാതെ ഈ സ്ത്രീ മാത്രം ബന്ധപ്പെട്ട് അതിന് അമീറിന്റെ കൂടെ പോവുകയും അവസാനം അമീറുമായി എന്തോ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ആ കുടുംബം തകർന്ന് തരിപ്പണമാവുകയും 2-3 കുട്ടികളുള്ള ആ സ്ത്രീ റോട്ടിൽ അലയേണ്ടി വരികയും ചെയ്തു. എന്തേ കാര്യം? എന്ത് കാര്യത്തിലാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ചിരുന്ന അതാണ്.
നിങ്ങൾ വിചാരിക്കുന്നത് ഹജ്ജ് ഉംറയൊക്കെ തന്നെ ഇസ്ലാം നിയമമാക്കിയിട്ടുണ്ട് മെഹറമില്ലാതെ എന്നാ? ഇല്ല, ഒരഭിപ്രായത്തെ തന്നെ ആ കാര്യത്തിലില്ല. ഹറാമാണ് അങ്ങനെ പോകുന്നത് എന്നതാണ്. അത് അനുവദനീയമാകുന്ന വശങ്ങൾ സ്ത്രീകൾ ഒന്നിച്ചാണെങ്കിൽ എന്ന ചില വശങ്ങൾ അനുവദനീയമാണ്. എന്നാൽ നിർബന്ധമുണ്ടോ ഇല്ലയോ? ഹജ്ജ് നിർബന്ധമല്ല, ഉംറയും നിർബന്ധമല്ല. സ്ത്രീക്ക് അവൾ മഹ്റമില്ലാത്ത എന്ന നിലയിലാണ് ഇസ്ലാമിക നിയമം. ഏത് ഫത്വകൾ എടുത്തു നോക്കും, നിർബന്ധമില്ല. അതാണ് അതുകൊണ്ട് കാരണം എന്താ? അതാണ് ഇതിന്റെ ഒക്കെ തുടക്കം. മനസ്സിലായോ? ഒറ്റക്കാണോ വാതിലിന് മുട്ടിയിരിക്കും, ഒറ്റക്കാണോ അവളെ ചൂഷണം ചെയ്തിരിക്കും. എന്തിനാണ് അവനവന്റെ അഭിമാനവും അവനവന്റെ ജീവിത നിലവാരവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എടുത്തു ചാടുന്നത്? മാത്രമല്ല ഹദീസിൽ കാണാം, ഫഖാമ റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ്, ഒരാൾ എഴുന്നേറ്റ് നബിയോട് പറയ, ഒരു സഹാബി, ഇന്ന ഇംറാഅതി ഖറജതു ഹജ്ജ, റസൂലേ എന്റെ ഭാര്യ ഹജ്ജിന് വേണ്ടിയാ പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആണെങ്കിൽ യുദ്ധത്തിന് പേര് കൊടുത്തിട്ടുണ്ട്, പട്ടാളക്കാരനായി പേര് കൊടുത്തിട്ടുണ്ട്, എന്റെ ഭാര്യ ഹജ്ജിനും പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറഅതിക, നീ നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജിന് പോവുക, ഈ യുദ്ധം ഒഴിവാക്കുക. നോക്കുങ്ങള്, അത്ര സൂക്ഷ്മത പാലിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം നിർദ്ദേശങ്ങള് വ്യക്തികൾക്ക് മാത്രമല്ല, സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് ആവശ്യമാണ്. എത്രമാത്രം ഇസ്ലാം സംരക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മളൊരു ഇസ്ലാമിക രാജ്യത്താ ജീവിക്കുന്നത് വിചാരിക്കുക, സങ്കല്പിക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അപവാദം പറഞ്ഞു, എന്താണ് ശിക്ഷ എന്നറിയോ? എല്ലാവർക്കും അറിയാലോ. എത്ര ശിക്ഷ? 80 അടിയാ. 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ 80 അടിയാ. അവിടെ ശിക്ഷയുടെ കാഠിന്യത്തെ സംബന്ധിച്ച് പറയലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയപ്പെട്ടാൽ ആ സ്ത്രീയുടെ മാനം പോകും. ആ മാനം സംരക്ഷിക്കാനാണ് ഈ അടി പോലും ഇസ്ലാം നിയമമാക്കി വെച്ചിട്ടുള്ളത്. 4 സാക്ഷികൾ ഉണ്ടെങ്കിൽ പറയാമെന്നല്ല, കോടതിയിലെ പറയാവൂ. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെ മാനത്തിന് ഇസ്ലാം കൽപ്പിക്കുന്ന മഹത്വം എത്ര മഹത്തരമാണ്, എത്രമാത്രം സുരക്ഷിതയായിരിക്കണം, എന്നാലേ ഒക്കെ സമാധാനം ഉണ്ടാവും. നമുക്കറിയാലോ, ഈ അപവാദം കേട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ സ്ത്രീകളുണ്ട്, സഹിക്കാൻ കഴിയാഞ്ഞിട്ട്, അപവാദം പറഞ്ഞതിന്റെ പേരില്. അതുകൊണ്ട് തന്നെ അത്ര കണിശമാണ് അവരുടെ ജീവിത സുരക്ഷിതത്വത്തിന് ഇസ്ലാം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് വന്നുകൊണ്ട് കുറച്ചാളുകൾ സംസാരിക്കുന്നു. ഖലീഫ, ഒരാൾ എന്റെ പെങ്ങളെന്നോ ഭാര്യ മകളെന്നോ രണ്ടിലേതോ എന്നാ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് ഈ ജീവിതത്തിൽ ഇത്തിരി പോരായ്മകൾ സംഭവിച്ചു, മാനസികമായി അസ്വസ്ഥ ഉണ്ടായി, അങ്ങനെ ആത്മഹത്യയുടെ വക്കിലേക്ക് പോയ ചില അടയാളങ്ങളൊക്കെ അവളുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് വിവാഹ സമയത്ത് അത് പറയണ്ടയോ എന്ന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അരുത്, പാടില്ല. അള്ളാഹു മറച്ചു വെച്ചത് പറയാൻ നിനക്ക് എന്തധികാരം? അത്ര സുരക്ഷിതത്വമായിട്ട് അവളുടെ ശരീരം സംരക്ഷിക്കപ്പെടണം. അതിനാണ് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിനുള്ള പോരായ്മ വിവാഹം കഴിക്കുന്ന അവസരത്തിൽ ഒരാൾ കണ്ടാൽ കഴിച്ചോളന്നില്ല. അതൊക്കെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവളുടെ ശരീരത്തെയും അഭിമാനത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. വിവാഹമാണോ? സ്ത്രീയോട് ചോദിച്ച് അനുവാദം വാങ്ങണം. കന്യകയാണോ? നാവ് കൊണ്ട് പറയണം. എവിടെ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇസ്ലാം ഇല്ലാണ്ടാക്കിയത്? നാവ് കൊണ്ട് പറയണം. വിധവയാണെങ്കിൽ, കന്യകയല്ല വിധവയാണെങ്കിൽ നാവ് കൊണ്ട് പറയണം, എനിക്ക് വേണം അല്ല വേണ്ട എന്ന്. അത്ര കണിശമാണ്. വിവാഹമോചനമാണോ? പുരുഷനെ പോലെ സ്ത്രീക്കും അവകാശമുണ്ട്. പുരുഷനെ പോലെ സ്ത്രീക്കും അവകാശമുണ്ട് വിവാഹമോചനം നടത്താൻ.
അതിന് അവൾക്ക് ആവശ്യപ്പെട്ടാൽ എന്ന വശം എന്നെ ഒഴിവാക്കി തരണം എന്ന നിലയിൽ അവൾ ആവശ്യപ്പെടുമ്പോൾ അവളെ ഒഴിവാക്കി കൊടുക്കണമെന്നും ഒരു ചോദ്യം പോലും എന്തിനാ നീ മാറിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല. നബിയുടെ അടുക്കൽ വന്നൊരു സ്ത്രീ എനിക്ക് ആ ഭർത്താവിന് താല്പര്യമില്ല നബി എന്ന് പറഞ്ഞപ്പോ നീ നിൽക്കണം നിർബന്ധിച്ചോ? ഇല്ല. മറിച്ച് ആ ഭർത്താവിന്റെ സകലമാന കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇയാളുമായിട്ട് ഒത്തുപോകാൻ കഴിയൂല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ദീനിയായ ഒരു സ്ത്രീ ഇങ്ങനെ അതിൽ നിന്ന് വിരമിക്കുകയുള്ളൂ എന്ന് നബിക്കറിയാം. അതുകൊണ്ട് അവൾക്ക് അതിന് അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം പുരുഷനിൽ നിന്ന് കിട്ടേണ്ടതായതുകൊണ്ട് പുരുഷൻ ബലമായി പിടിച്ചു വെച്ച് തലാക്ക് കൊടുക്കാതെ 10-12 കൊല്ലം എടങ്ങേറാക്കിയ സംഭവങ്ങൾ നമ്മളെ കേരളത്തിൽ ഉണ്ടായിട്ടാണ് ഹൈക്കോർട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വന്നത്. എങ്ങനെ സ്ത്രീക്കും വേണമെങ്കിൽ അവൾക്ക് വിവാഹമോചനം നടത്താം, കേസ് പിന്നെ നടക്കട്ടെ, അനുവാദം ഒപ്പുണ്ട് എന്ന്. കാരണം അവൾ കേസുമായിട്ട് വിവാഹമോചനത്തിന് ഇവനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന കേസുമായി നീണ്ട വർഷങ്ങൾ കോടതിയിൽ ഇവൾക്ക് യുവതിയാണ്, വിവാഹം നടക്കാൻ വേറെ ഈ പുരുഷന്റെ തലാഖിൽ നിന്ന് കല്യാണത്തെ ഒഴിവാക്കാൻ കഴിയാത്തത് കൊണ്ട് അവൾക്ക് വേറെ വിവാഹം നടക്കുന്നില്ല. അപ്പോഴാ കോടതി പുതിയ നിയമം ഉണ്ടാക്കിയത്. ഇതിന്റെ കാരണക്കാരൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിൽ വളരെ കൃത്യമായും സ്ത്രീക്ക് അവളുടെ വിവാഹമോചനത്തിന് അവകാശം നൽകിയിട്ടുണ്ട്. നമ്മൾ അത് പാലിക്കാതെ പോവുകയോ അതിൽ ദുരുപയോഗം ചെയ്യുകയോ ലക്ഷങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തുകൊണ്ട് ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നു എന്നതിന് ഇസ്ലാം കുറ്റം ചെയ്തിട്ടില്ല. മറിച്ച് ഇത് ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഏതേത് വിഷയങ്ങൾ നോക്ക്. വീട്ടിന്റെ പുറത്ത് സ്ത്രീയെ ആട്ടി ഓടിക്കാൻ പാടുണ്ടോ? തെറ്റും ഭാര്യയുമായി തെറ്റും പിണങ്ങും പ്രശ്നങ്ങൾ ഉണ്ടാവും. കണ്ടോ, അങ്ങാടിയിലിട്ട് പോരരുത്, വീട്ടിലായിരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിവാഹമോചിതയായ സ്ത്രീക്ക് അവൾ വഴിയിൽ കഷ്ടപ്പെടാതിരിക്കാൻ അവകാശം ഇസ്ലാം വെച്ചു. ആ ഇസ്ലാം വെച്ച അവകാശത്തിന് കോടതി വിധിക്കുന്നത് മത്താഴ് എന്നും പറഞ്ഞുകൊണ്ട് വിധി കൽപ്പിക്കുന്നത് ഇസ്ലാം വെച്ച അവകാശത്തിന് ആളുകൾ അവൻ ചെയ്യുന്നില്ല എന്ന് മാത്രം നമ്മള് അത് കോടതിനെ പേടിച്ചിട്ട് എന്തെങ്കിലും എഴുതി ഒപ്പിടിക്കുക എന്ന് ചോദിച്ചാൽ മാന്യമായി അവൾക്ക് നൽകേണ്ടത് നൽകണം. ഞാൻ പറഞ്ഞത് ഏത് അവകാശമാണ്? അനന്തരാവകാശമാണ്. സ്ത്രീക്ക് ഇസ്ലാം ചോദിച്ചിട്ടുണ്ടോ? ജോലിയാണ്. ഇസ്ലാം ജോലിക്ക് പോകണ്ട എന്ന് സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടോ? നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സ്ത്രീക്ക് പുരുഷനെ പോലെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകിയിട്ടുണ്ട്. വളരെ മഹത്തരമായി പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ വിവാഹമോചനത്തിന്റെ പേരിൽ സ്ത്രീ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് സുബ്ഹാനല്ലാഹ് ഭയങ്കരം തന്നെയാണ്. ആണുങ്ങൾക്ക് എന്തും ചെയ്യാം, കാരണം അർരിജാലു ഖവ്വാമൂന എന്ന ആയത്തുണ്ടല്ലോ എന്നതിനെ ദുരുപയോഗം ചെയ്ത് അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാത്ത നിലയിൽ ജനങ്ങൾ അത്തരം കാര്യങ്ങളിൽ കണ്ടു കാണിക്കുകയും എന്നിട്ട് സ്ത്രീ കഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം മുസ്ലിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ കുഴപ്പമല്ല. പറഞ്ഞു വന്നത് എല്ലാ നിലക്കും വോട്ടവകാശം വരെ സ്ത്രീക്കുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിരുന്ന അതാണ്. അങ്ങനെ ആ മഹത്വം എല്ലാ കാലഘട്ടത്തിലും നിലനിർത്തി പോരുക. അള്ളാന്റെ അടുക്കലാണെങ്കിലോ ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്ഖാക്കും, ഒരു മാറ്റവും. അത് സ്ത്രീക്ക് അള്ളാന്റെ അടുക്കല് പുരുഷനെ പോലെ സ്ഥാനമുണ്ട്. സഹോദരങ്ങളെ, വിഷയം വളരെ വിശാലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന യഥാർത്ഥ സ്ത്രീയുടെയും പുരുഷന്റെയും ഒക്കെ അവകാശങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥമായ മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുന്നതിൽ പെടാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد أيها الناس أوصيكم ثانيا وإياي بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുക. സഹോദരന്മാർ, സാന്ദർഭികമായി പ്രത്യേക കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വിഷയം അതുമായി ബന്ധപ്പെട്ട ഇൻഷാ അല്ലാഹ് അടുത്ത വകുപ്പിൽ മസ്അലകൾ മനസ്സിലാക്കാം. നമ്മളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം കൗമാരം ഒരു വലിയ വിഷയമാണ്. അവർ നമ്മളുടെ കൂടെ അല്ല. അതേപോലെ തന്നെ കുടുംബവുമായിട്ട് കൗമാരം വേർപിരിയുകയും ബന്ധങ്ങളില്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്
ഏത് വിഭാഗമാണെങ്കിലും മതപരമായി ജീവിക്കുന്ന ഏത് സംഘടനയിൽപ്പെട്ട ഏത് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളായിട്ട് അല്ലാത്തവർക്ക് പറയാൻ വേണ്ട, അവർക്കത് പരാതി ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പരാതി ഉണ്ട്. അതിന് ഈ കുട്ടികളെ ഇതിൽ പിടിച്ചു നിർത്താൻ വേണ്ടി കൗമാര പ്രായത്തിലെത്തി നിൽക്കുന്ന മക്കളെ പിന്നെ 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി ചില പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഹൈസെക് അതിൻ്റെ ജില്ലാ പരിപാടി അടുത്ത 14-ാം തീയതിയാണ്. എന്നാൽ പ്രീ ഹൈസെക്കായിട്ട് നമ്മളുടെ കൊയിലാണ്ടി മണ്ഡലം നാളെ ശനിയാഴ്ച ഇത് ടൗൺ ഹാളിൽ വെച്ച് നടത്തുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ സെൻട്രൽ വെച്ച് നടത്തുന്നുണ്ട്. നമ്മളുടെ തൊട്ടടുത്തുള്ള മുനിസിപ്പൽ സെൻട്രൽ വെച്ച് നടത്തുന്നുണ്ട്, സെലഫി സെൻട്രൽ. ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളെ മക്കളെ അയക്കുകയും ഒരുപാട് കുട്ടികൾ ഇതിലൂടെ നല്ല മാറ്റം വന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇത് ഞങ്ങൾക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദീനീ രംഗത്തേക്ക് വരികയും നല്ല ദീനിയായ മക്കളായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ വഴിക്ക് തെളിച്ചു വിടാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുക, ഇതാണ് പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 14-ാം തീയതിക്ക് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും ബന്ധപ്പെടുകയും ചെയ്യുക. ഇന്നത്തെ കളക്ഷൻ സെൽഫീസ് ഇതുമായി ബന്ധപ്പെട്ട റിലീഫ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മമായി ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നല്ല കുടുംബാന്തരീക്ഷം നിലനിന്നുകൊണ്ട് നല്ല മക്കളും നല്ല കുടുംബവുമായി തീരാനുള്ള എല്ലാ ഭാഗ്യവും തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന മക്കളായി തീരാൻ അവർക്കും നമുക്കും ഒന്നിച്ച് കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മലേഷ്യയിൽ മരണപ്പെട്ട ഒരു സഹോദരി അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാപം പുറത്തുകൊണ്ട് അല്ലാഹു അവരെ സ്വർഗത്തിലാക്കി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ പലരുമുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കും അവർക്കുമെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ഈമാനോട് മരിച്ചു പോകാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آل محمد.